അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 84 ബാച്ചിൻ്റെ 6ാമത്തെ ടൂറ് അതിന് പോവുകയാണ്. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നായിട്ട് ചേർന്നിട്ടുള്ളൊരു ടൂറാണ്. നെല്ലിയാമ്പതിയിലേക്കാണ് പോകാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പ്രീതി ജംഗ്ഷൻ്റെ അവിടെ എത്തി. അതിരാവിലെ ഇവിടുന്ന് പുറപ്പെടാനുള്ള തയ്യാറിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു നല്ല യാത്ര ആവട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആൾക്കാർ എത്തിയിട്ടില്ല, എന്നാലും ഏതാണ്ട് പകുതിയിലേറെ ആളുകൾ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ റെഡിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ആത്മാർത്ഥമായ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഏകദേശം കഴിഞ്ഞ് 2-3 ആൾക്കാർ കൂടി വഴിയിൽ നിന്ന് കയറാണ്ട്. ഫുള്ളാണല്ലോ, സീറ്റ് ഫുള്ളാണല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ തൂതയിലെത്തി സുബൈക്ക് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞാണ്ട് ചായ സമൂസ സ്നാക്സ് അടിക്കാൻ വേണ്ടി കയറിയതാണ്. അതിരാവിലെ 5:45. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സാധാരണ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസിംഗ് ഉണ്ടാവില്ല സാധാരണ എല്ലാ പ്രാവശ്യവും. പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ പ്രാവശ്യം നമ്മളങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിലക്കാണ്. പിന്നെ അപ്പോ 1994 ബാച്ചിന്റെ 6ാമത്തെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാമത്തെ വിത്ത് ഫാമിലി ഒന്ന് വരച്ചിട്ട് പോയിട്ട് അങ്ങനെ 7ാമത്താണ്. പക്ഷെ ഫാമിലി കൂട്ടാതെ നമ്മളിങ്ങനെ ബാച്ചിലായിട്ട് പോകുന്നത് 6ാമത്തതാണ്. അത് ഓർമ്മ ഒന്ന് പുതുക്കാൻ ആദ്യമായിട്ട് ഫസ്റ്റ് പോയി ആലപ്പുഴയാണ് ഓർമ്മ. 2ാമത്തത് ഊട്ടിയാണ്. 3ാമത്തത് ഒരെണ്ണോ അല്ലല്ലോ വയനാടാണ്. യെസ്. 4ാമത്തത് ഊട്ടിയല്ല, 4ാമത്തത് കൊച്ചി. 5ാമത്തത് മസ്ലാംകുടി ട്രക്കിംഗ് നടത്തിയത്. അതെ. 6ാമത്തത് നെല്ലിയാമ്പതി. ഓക്കെ. ഫാമിലി കൊണ്ടുപോയത് അതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ, അവിടെയൊക്കെ പോയി. ഊട്ടി പറഞ്ഞു. അങ്ങനെ 6ാമത്തെ ഒരു ഉല്ലാസ യാത്ര. നമ്മളിപ്പോഴത്തെ നിലവിലെ ജനസംഘത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഉല്ലാസ യാത്ര, നമ്മളെ രക്ഷാധികാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പഠനയാത്ര, എന്തൊക്കെ പഠിക്കാനുള്ള യാത്ര എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഏതായാലും ഇൻഷാല്ലാഹ് നമ്മൾ 6ാമത്തെ ടൂർ എത്തിക്കുന്നത്. ഇതിൽ പ്രധാനികളായ 2 ആളുകൾ ഇതിലില്ല. 3 ആളുകൾ ക്യാൻസൽ, പറഞ്ഞ 3 ആളുകൾ ക്യാൻസലേഷൻ ഉണ്ടാകും. അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് റഹ്മത്താണ്, ഒന്ന് ജലീൽ സാഹിബാണ്, 2-3ാമത്തെ ഒന്ന് കുഞ്ഞിപ്പാണ്. അത് വ്യക്തമായ കാരണങ്ങളുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് വരാതിരുന്നത്. വരാൻ നല്ല താല്പര്യമുണ്ട്. അവരുടെ ശരീരം, അവരുടെ മനസ്സുകളും കൂടെ ഉണ്ട്. ഇൻഷാല്ലാഹ് തമാശയൊക്കെ പറഞ്ഞാലും അതാണ് സത്യം. ഏതായാലും നമ്മുടെ യാത്ര വളരെ നല്ല രീതിയിൽ, ഉദ്ദേശിച്ച രീതിയിൽ, പ്രിയപ്പെട്ട കോർഡിനേറ്റർ അദീബിന്റെ നമ്മൾ പോയിട്ട് ഈ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ കണ്ട് വളരെ ഭംഗിയായി റാഹത്തായി നമുക്ക് തിരിച്ചു വരാൻ കുറച്ച് ചെയ്യണം. നമ്മൾ 24 പേര് അല്ലെ, 24 ആളുകളാണ് നമ്മളെ ഈ യാത്ര ചെയ്തത്. 27 ആളുകൾ പേര് തന്നിരുന്നു. നമ്മളെ യാത്ര ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു. ഒന്നും കൂടി ഉഷാറായി വൈബുണ്ടായിരുന്ന സംഭവം. തന്ത്രമായിട്ടൊക്കെ ഉണ്ടായിരുന്നു സംഗതി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷെ അത് ചില ആളുകൾക്ക് പ്രയാസം തോന്നിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് ഇവിടെ സ്റ്റേ ഒഴിവാക്കിയിട്ട് 1 ഡേ ആക്കി മാറ്റിയത്. അപ്പൊ 1 ഡേ എവിടെ പോകണം എന്നുള്ളത് പ്രശ്നമായി. ചുരുക്കി പറഞ്ഞാൽ അവസാനം എത്തിയുന്നത് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി കണ്ട ആളുകളുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാത്ത ആളെന്ന് കൈയൊക്കെയാണ് നെല്ലിയാമ്പതി കാണാത്തവര്. 1 2 3 4 5 6 7 8 9 ഏതാണ്ട് 10 ആളുകൾ കണ്ടില്ല. അപ്പൊ അത്യാവശ്യം ആളുകൾ കാണാത്തവരാണ്.
കണ്ട ആളുകൾ ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു വർഷം പോയിട്ട് 8 വർഷം പോയിട്ടുണ്ട്. അപ്പൊ ഏതായാലും സംഗതി രസമാണ്, വൈബാണ് കാണാൻ. നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുന്ന സൗകര്യ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതിനെല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാം, പിന്നെ വൈകുന്നേരത്തെ ചായ, അത് കഴിഞ്ഞാൽ രാത്രിയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളരെ അനത്തായി ഉഷാറായിട്ട് ക്ഷീണമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് തിരിച്ചു വരണം. അപ്പൊ ആദ്യം നമ്മൾ ഇൻട്രോഡ്യൂസ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാന്നുള്ള പരിചയം എല്ലാവർക്കും പരിചയമുള്ളതാക്കിയാണ്. എന്തായാലും ജസ്റ്റ് പിന്നെ വേണ്ടേ അതിനാവശ്യമില്ല. പരസ്പരം പരിചയപ്പെടില്ല. എന്തെങ്കിലും പറയാൻ ഞാൻ പരിചയപ്പെടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണോ അല്ലെ? അതാ. അപ്പൊ നമ്മൾ ഈ യാത്രയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം അതാണ് നമുക്ക് വേണ്ടത്. കാരണം യാത്ര ഞങ്ങൾ വെറുതെ എങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലോ. പിന്നെ വെറുതെ ഇരുന്നിട്ട് വേറെ പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ 7 എണ്ണം കൂട്ടണം. അത് ആകാത്ത ഏതാണ് വരുന്നത്, നല്ലതൊന്നും ആർക്കും വരുന്നില്ല. അപ്പൊ ഇവിടെ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ അങ്ങനെ ഇതിനെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് പോകും. ആ ഡയനാമിക്സൊക്കെ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല, അംശ പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും പരസ്പരം സംസാരിക്കാനൊക്കെ ഈ യാത്രയുടെ ഒരു വൈബ്, ഇതിന്റെ ഒരു എനർജി, ഒരു എക്സ്ട്രാ എനർജി നമുക്ക് കിട്ടും. 2 ആഴ്ച 3 ആഴ്ച നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഞങ്ങളൊരു യാത്ര പോയിരുന്നു ഇപ്പൊ അടുത്ത് 2 ആഴ്ച മുന്നേ. അതിന്റെ എനർജി ഇന്നും നമുക്ക് ഉണ്ട്. കാരണം ചിലത് യാത്ര ചെയ്യണം, പറ്റുന്ന ആളുകളൊക്കെ യാത്ര പോകണം. അത് വയനാടായിരുന്നു. പക്ഷെ എവിടെ പോയാലും നമ്മള് അതിനുള്ളൊരു എനർജി നമ്മുടെ ശരീരത്തിൽ കയറ്റണം. നമുക്ക് 55, 54, 56 അല്ലെ ആ ലെവലിൽ നമുക്ക് പ്രായമായിട്ടുണ്ട്. പിന്നെ സംബന്ധിച്ച് ഞാൻ ഈ വണ്ടിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് കാലിന് മുട്ടൊക്കെ വേദനയുണ്ട്. കാരണം പ്രായം കൂടിക്കൊടുക്കുക. ആ പ്രായം മനസ്സിനെ തളർത്താൻ പാടില്ല. അതിന് പറ്റുന്ന ഏറ്റവും വലിയൊരു മരുന്നാണ് ഇന്നേ മരുന്ന്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് യാദൃശ്ചികമായിട്ടോ. അപ്പൊ മുട്ടിക്കുളങ്ങര നമ്മൾ പാസ് ചെയ്ത് വിളിക്കണം അല്ലെ? മുട്ടിക്കുളങ്ങര എണ്ണക്കരയല്ലോ അപ്പൊ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന ആളുകൾ കേൾക്കണം. ഷംസി ഉറങ്ങാണ്. അതേപോലെ തന്നെ മുസ്തഫ വെറുതെ കണിപ്പി കിടക്കാണ്. ഷംസീറെ ഉറങ്ങല്ലേ? പിന്നെ നമ്മളെ ഈ യാത്രയിൽ ഈ 6 ടൂറിൽ ആദ്യ 6ാമത്തെ ടൂറാണ്. ഇതില് ഇന്നേ വരെ ടൂർ പോരാത്ത അല്ലെങ്കിൽ 84ന്റെ കൂടെ ബാച്ചിന്റെ കൂടെ പോരാൻ സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ സൗകര്യം ഇല്ലാതിരുന്ന സ്ഥലത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ആവും. ഒരാൾ നമ്മളെ കൂടെ നിന്നുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ സുബൈർ സാഹിബാണ്. സുബൈർ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ. പിന്നെ കുറെ ആളുകൾക്ക് കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവരൊക്കെ മാറിയിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? പക്ഷെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊന്നുമില്ല. സംഭവം പാലക്കാട് നെന്മാറ കഴിഞ്ഞ് പൊക്കുണ്ടി ഡാം കഴിഞ്ഞാൽ കയറ്റം കയറി കഴിഞ്ഞാൽ നെല്ലിയമ്പ തെറ്റി അവിടെ പോയി കയറുന്നത് അങ്ങനെ പോലെ യാത്ര. പക്ഷെ അതല്ല, ഈ നമ്മൾ ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ചുള്ള സംസാരങ്ങളും ഒരുമിച്ചുള്ള അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക ഇത് അല്ലെ, അതൊരു വല്ലാത്തൊരു രസം പരിപാടി. നേരെ മറിച്ച് ഇതൊക്കെ നമ്മൾ ഉണ്ടാകാതിരുന്നാല് അല്ലെങ്കിൽ 1000 പോക്കറ്റിലാണ് വെളിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു രസമാണ്. അപ്പൊ ഇന്നലെ ഞാനൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ 12, 12 മുക്കാലാണ്. 3 മണിക്ക് എണീറ്റ് 2 മണിക്ക് ഉറങ്ങിയിട്ടുണ്ട്. അവൾക്ക് ശരിക്കും ഈ സമയത്ത് ഒരു 6-7 മണിക്കൂർ ഉറങ്ങേണ്ട പ്രായമാണ് നമുക്ക്. എന്നാലും ഇതിനോടുള്ള ആ ഒരു താല്പര്യം എല്ലാ കൂട്ടുകാരുമായിട്ടുള്ള ഒരു യാത്ര അല്ലെ. അപ്പൊ ഹംസ രാത്രി ഇന്നലെ അവിടുന്ന് ഹംസ രാത്രി ഇന്നലെ 12:30, 12 മുക്കാലാണ് വീട്ടിൽ എത്തുന്നത്. വന്നിട്ട് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് കിടന്നപ്പോൾ 1:30 മണിയാണ്. 3 മണിക്ക് നാസർ ആരെ വിളിച്ചപ്പോഴാണ് എണീറ്റുന്നത്. ഉറങ്ങിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഉറങ്ങിരിക്കുന്നത് ഇതുകൊണ്ടുള്ള ആ ഒരു എന്താ പറയാ വല്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെ ഈ ഒരുമിച്ചുള്ള യാത്രയിലുള്ള സന്തോഷം നാഥൻ അനുഗ്രഹിക്കുന്നവരാവട്ടെ. ഈ ബന്ധം മരണം വരെ തീരുമാനമാവട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മുടെ ഈ ബന്ധം നമ്മുടെ മക്കളിലൂടെ വളരുമെങ്കിൽ അതും അങ്ങനെയും സംഭവിക്കട്ടെ. അങ്ങനെയും സംഭവിച്ചു. നമുക്കറിയാലോ, എന്റെ മരുള് 8ാമത്തെ മരുള് നമ്മൾ 84 ബാച്ചിലെ പ്രിയപ്പെട്ട സാഹിബിന്റെ മോളാണ്. അതൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം. അതിന് ഇങ്ങനെയുള്ള എക്സ്ട്രാ എനർജി കിട്ടണമെങ്കിൽ ഇതേപോലുള്ള യാത്രകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിൽ പാട്ടുണ്ടാവും, തമാശകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിൽ എല്ലാം ഉൾക്കൊള്ളണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ ഒരാളെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാവും. അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ആകുമ്പോൾ അതിന്റെ ആ ഇമ്പം, അതിന്റെ രസം പോവും. അങ്ങനെയൊക്കെ നിർഭാഗ്യാവസ്ഥയിൽ നമുക്ക് 100 വർഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഇത് തുറന്നു പോകുന്നുണ്ടല്ലോ, അതിന്റെ വലിയൊരു വീട്ടിലാണ്. കാരണം ഇങ്ങനൊന്നും ഇല്ല. ഈ ഒരു ബാച്ച് എന്തെങ്കിലും പഠിച്ചൊരു ബാച്ച് ഉണ്ടാക്കി 1-2 കൊല്ലം അതിന് ആയുസ് ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഉണ്ടാവില്ല. നമ്മളെ ഈ 84 ബാച്ച് അതിന് വിപരീതമാണ്. നമുക്ക് എല്ലാ രീതിയിലും ഓഫീസ്, റൂമുകൾ, കാര്യങ്ങൾ, കുറി, ചെറിയ രീതിയിലുള്ള സമ്പാദ്യം, ചെറിയ രീതിയിൽ നീക്കിയിരിപ്പ്, മറ്റുള്ള ആൾക്കാരെ സഹായിക്കൽ, ചാരിറ്റി ചെയ്യല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതേപോലെ ടൂറുകൾ ബാംഗ്ലൂർ ഒന്ന് പോയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ കമ്മിറ്റി കീഴിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പൊ അതിന്
എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ 84 ബാച്ചിന് വേണം. പറ്റുന്ന എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള യാത്രകളിൽ പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം എന്നാണ് കഴിക്കുന്നത് ഞാൻ കേട്ടത്. ഓക്കെ അതെ സ്റ്റാർട്ടിംഗ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം. എന്നിരുന്നാലും എനിക്ക് ചെറിയ പറഞ്ഞ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരു വഴിക്ക് പോവാണ്. അല്ല, പല ആളുകളും പല സ്വഭാവക്കാരാണ്. അപ്പൊ അത് എന്തുണ്ടെങ്കിലും ആ ഒരു ലെവലിൽ മാത്രം എടുത്താൽ മതി. ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ടോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇപ്പോൾ ഒരു കുട്ടികളെ മനസ്സിൽ ഒരു 10ാം ക്ലാസ്സിലെ ആ കുട്ടികളെ ആ ലെവലിൽ തന്നെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ എന്താണ് പ്രചോദനമായിട്ട് കൂടുതലൊക്കെ നമുക്ക് തിരിച്ചു വരുന്ന സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന താക്കൂർ സ്ഥാനത്തുള്ള പ്രിയപ്പെട്ട നമ്മുടെ പ്രൊഫസർ യാത്ര നല്ലാട്ടെ പറയാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ യാത്ര സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഖാദർ സാഹിബ് സംഘടനവിന്റെ ഒന്നും പറയില്ല. അയ്യോടല്ല, നമുക്ക് പറയാം. തിരിച്ചൊരു ബാക്കി അഭിപ്രായമൊക്കെ ചോദിക്കാം. പ്രിയപ്പെട്ട സെക്രട്ടറി കുട്ടികൾ, ഈ യാത്ര വളരെ നല്ല യാത്രയായിട്ടൊക്കെ ആശംസിക്കുന്നു. ഇതുവരെ നമ്മൾ വന്നുകൊണ്ടുള്ള ഉഷാറായിട്ടുണ്ട്. എല്ലാ യാത്രകളും വളരെ നല്ല യാത്രയായിട്ടുണ്ട്. അതിലെല്ലാവർക്കും അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ്. പൊതുവെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കമ്മിറ്റിയിലെ മറ്റൊരു സെക്രട്ടറി, 2 സെക്രട്ടറിമാരും ഒപ്പഴിക്കണം. ആ ഒരുമേന കാണിക്കണം. പ്രിയപ്പെട്ട ബാബ ലത്തീഫ് ബാബു. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ 6ാമത്തെ യാത്രയാണ്. അതിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പു. ഈ യാത്രയ്ക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ബാക്കി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സംസാരിക്കാം. ബാച്ചിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് തരങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കരുത്തനായ ജനറൽ സെക്രട്ടറി സംസു ചുള്ളി. ഈ ഒരു യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത കുറെ ആളുകൾ ഇതിലുണ്ട്. കാരണം 10-25 ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം സ്വയം പണിയെടുക്കാൻ എല്ലാവർക്കും അറിയാം. 10 ആളെ പണിയെടുപ്പിക്കാനാണ് ഏറ്റവും പ്രയാസം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ 10-25 ആളെ സംഘടിപ്പിക്കുക പലർക്കും പല മനസ്സാണ്. പലരും പല വിഷയങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇതിലേക്ക് ഒരു മനസ്സോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടുതൽ കൊണ്ടുവെക്കണം. എല്ലാവരും ഇതിൽ എത്തിച്ചേർന്നു. കാരണം നമ്മൾ പല ആളുകളോടും വിളിച്ച് ചോദിച്ചപ്പോൾ പലർക്കും അസൗകര്യങ്ങൾ പറഞ്ഞു. വലിയൊരു ടൂറ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് മൂന്നാർ അവിടെ സ്റ്റേ ചെയ്ത് കണ്ടില്ല. അതിൽ പലർക്കും അസൗകര്യം പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ വെട്ടിച്ചൊരുക്കിയത്. ഇതെല്ലാ വർഷവും പോകുന്നതാണ്. ഇതിലിപ്പോ സ്ഥലം കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ചില ആളുകൾക്ക് പോരാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇത് കൊണ്ടുവരാൻ നമ്മൾ കുട്ടിയാന്ന് അതുപോലെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ അതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ഇത് കൈയടി കൊടുക്കണം നമ്മള്. കാരണം എന്താ വെച്ചാല് നമ്മളെ ഇത് ഈ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് കുറി നറുക്കെടുപ്പും മറ്റു വർഷങ്ങളൊക്കെ കൊണ്ടുപോയി പല കൂട്ടായ്മകളും പിരിച്ചുവിട്ട ചരിത്രമാണ് നമുക്ക് കേൾക്കുള്ളത്. അത് നമ്മള് ഈ 84 വെച്ച് ഒരുപാട് കാലമായിട്ട് ടൂറൊക്കെ വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ തുറന്നു പോകാൻ വേണ്ടിയിട്ട് ഏതൊരു കമ്മിറ്റി വരികയാണെങ്കിലും എല്ലാവരും ഇതുപോലെ തന്നെ ആവും. കാരണം നമ്മൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ ഇതേപോലെ ആരോഗ്യത്തോടെ ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല.
നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് പറയും വേണം. കാരണം ഇതൊരു മോട്ടിവേഷനാണ്. നമ്മൾ മോട്ടിവേഷൻ പുസ്തകമാർക്ക് പറയാൻ പറ്റും. എന്തോ ചോട്ടിലെ ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയാനുള്ളത് കുറച്ച് ഒരു 5 മിനിറ്റ് ഓരോരുത്തരും സംസാരിക്കാം. കാരണം എന്താ വെച്ചാല് ഇത് എല്ലാവർക്കും മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. ഇപ്പൊ ചെറിയ ഇവിടെ സംസാരിച്ച് പൊളിറ്റിക്സിൽ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. ആദ്യ ശരിക്കും നമുക്ക് മൈക്കിൽ കൂടെ പറയുകയാണെങ്കിൽ ഒരുപാട് കേൾക്കാനുണ്ട്. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ചെയ്യണമെന്നുണ്ട്. അല്ലാതെ ഞാൻ എന്റെ പേര് പറഞ്ഞു വേണ്ടത് മാത്രമല്ല, എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളും അവനെ വന്ന വഴി പല കാര്യങ്ങളും പറയണ്ടാവും. അതൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇത് ഏറ്റവും നല്ല എൻജോയ്മെന്റ് കണ്ടെത്തിക്കൊണ്ട് ഹാപ്പിനെസ് ആക്കിയാണ് യാത്ര ചെയ്യണം. അപ്പൊ അതിനെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തന്നെ നിൽക്കുന്നു. നമ്മുടെ ഹംസ അത് വളരെ സന്തോഷമുള്ള കാര്യം. നമ്മളെ ഹംസ വയനാട് വയനാട്ടിലെ ഹംസല്ല, നമ്മുടെ നാട്ടിലെ നമ്മളെ സ്വന്തം ഹംസ വയനാട്ടിലെ ബിസിനസ് ജീവിതമാർഗം. ഈ ഏത് ടൂറിനുണ്ടെങ്കിലും ഏത് പരിപാടിയും അതിന്റെ തലേ ദിവസം അതിനായിട്ട് അവിടുന്ന് പോന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾ നല്ല അപ്രീഷിയേറ്റ് ചെയ്യണം. ശരിക്കും അതിന് നല്ലൊരു ഗൈഡറെ കൊടുക്കണം. കാരണം അങ്ങനെ ഹംസ ഇന്നും നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. രാത്രി ഞാൻ പറഞ്ഞല്ലോ 1 മണി നമ്മളെ വീട്ടിൽ എത്തിയത് 2 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. നമ്മൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹംസക്ക് 2 വാക്ക് സംസാരിക്കുന്നത്. ഇതുപോലെ ആറാമത്തെ ടൂറ് വളരെ നന്നായിട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ 3 അഭിപ്രായമുണ്ടെങ്കിൽ നമ്മൾ പോകുമായിരുന്നു. ഈശ്വരൻ ലീവാക്കണം, കടൽ ലീവാക്കണം, നന്നായിട്ട് പോയിരുന്നു. അതാണ്ടായിരുന്നു. നമ്മളറിയാം കുട്ടിയമ്മനോട് വന്ന് ഇല്ലാമേ പോകുന്നത്. എന്തായാലും വരണം, എന്തായാലും വരണം. പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും 3 ഇപ്പൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ കമ്പുണ്ടായിരുന്നു. വയനാടെല്ലാം കറങ്ങിയതാണ്. അതുകൊണ്ട് വിഷയമല്ല. ഏത് ടൂറ് പോകാൻ തീയറ്റില്ല. നമുക്ക് എല്ലാ അടുത്ത നിമിഷം നാട്ടിൽ പോകാൻ വേണ്ടി എല്ലാവരും സഹകരിച്ചിട്ട് നിൽക്കണം. ഇനി കൂടാത്ത ആൾക്കാർ കൂട്ടിയിട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം തിരിച്ചു പോരാം. പരിപാടി അത് നമ്മൾ പ്രിയപ്പെട്ട സംസാരം ഞങ്ങൾക്ക് വളരെ 90 ആളുകൾ മറന്ന ചാളാണ് നമ്മുടെ സംസാരം. അത് മറന്നു വെച്ചപ്പോ ആ കൂട്ടത്തിൽ എന്റെ പള്ളികളിൽ കാണാൻ ഞാൻ കഴിച്ചില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രി കുറച്ച് കഴിഞ്ഞ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ബാക്കിലുണ്ട്. അപ്പൊ ചേട്ടാ പോയി പറഞ്ഞു എന്ന് മാറി സംശയം. പ്രിയപ്പെട്ട സംശയം 2 വാക്ക്. ലാസ്റ്റ് നിമിഷമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഇതേമാതിരി എല്ലാ വർഷവും പിന്നെ ഇതിൽ പങ്കെടുക്കാം ആഗ്രഹമുണ്ട്. അതേമാതിരി തന്നെ കമ്മിറ്റി അതേമാതിരി ടൂറും ഞാനായിട്ട് പോട്ടെ. ഇനി ഈ 6 ടൂർ ഞാൻ പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് നമ്മളോട് മാനസിക പ്രിയപ്പെട്ട നമ്മുടെ സുബേഷ് സാഹിബ് കണ്ടപ്പോൾ അദ്ദേഹത്തോട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഇതുവരെ ടൂറിൽ പങ്കെടുക്കാൻ ഇത്രയുള്ള ഈ 5 ടൂറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. 6ാമത്തെ ടൂറിന് പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങളുടെ ഈ യാത്ര ആദ്യമായിട്ടുള്ള കാരണം ഇപ്പോഴും കാലത്ത് 5 ടൂറിന് പങ്കെടുക്കാനുള്ള അസൗകര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കാരുടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ യാത്ര നല്ല ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള നമ്മുടെ ഏക കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ നമ്മുടെ സംശയം ഡാൻസ് ഉണ്ടാവും. കുറച്ച് എല്ലാം ഉണ്ടാവും. പറഞ്ഞോളാം. യാത്രയ്ക്ക് എല്ലാം സലാം. പ്രിയപ്പെട്ട സലാം. 5 ടൂറിൽ പങ്കെടുത്തിട്ടുണ്ട്. 6ാമത്തിലുണ്ട്. നല്ലൊരു കൈയ്യടി. 6ാമത്തിലും പങ്കെടുക്കുന്നു. 7ാമത്തിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം ചെയ്തു. ആമീൻ ആമീൻ ആമീൻ. പ്രിയപ്പെട്ട
എൻ്റെ മൂന്നാമത്തെ ടൂറാണ്. ഇനി ഇതുപോലത്തെ എല്ലാ ടൂറിലും പങ്കെടുക്കാനുള്ള നമ്മളെ ബാച്ചാണ്. പക്ഷെ നമ്മളെക്കാട്ട് ഒരു 2 ദിവസം 3 ദിവസം ഒരു മാസമൊക്കെ താഴേക്കാണ്. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 65-75 വയസ്സൊക്കെ തോന്നും. പ്രായം കൊണ്ട് അല്ല, എന്താ പറയാ, ആ നോട്ടം കൊണ്ട് അങ്ങനെ പറയാം അല്ലേ. ലില്ലർ അമീൻ പാടിയ ആ പാട്ടുണ്ടല്ലോ, ആ ഒരു നോട്ടം കൊണ്ട് അങ്ങനെ കാണുമ്പോ ആകെ നരച്ച് ഒക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ മനസ്സിന്നും എന്താ പറയാ, നമ്മളൊക്കെ വളരെ ചെറുപ്പം എക്സ്ട്രാ എനർജിക് ആയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ നാസർ കാക്ക, നാസർ ചമ്പങ്കടവ് അപ്പൊ എന്റെ ഒരു 5ാമത്തെ ടൂറാണ് ഓർമ്മ ഒന്ന് സ്ലിപ്പായിരുന്നു. അപ്പൊ ഈ ടൂറെല്ലാം സ്ലിപ്പാകാതെ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. കാരണം ഇതിപ്പോ എല്ലാ നഗരമായ ഭക്തന്മാര് ഒരു മാസം അങ്ങോട്ടോ ഒരു മാസം ഇങ്ങോട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ മാസം വളരെ പല പ്രശ്നങ്ങളായിട്ട് എന്തില്ലാതെ ഒപ്പിച്ചു. പിന്നെ നമുക്കറിയാം, നമ്മള് ഒത്തിരി വെച്ചാണ് കൂടി പോകുന്നത്. നമ്മളെ വൈക്കുന്നത് ദിവസം നമ്മളൊക്കെ 84 ബാച്ചിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ തിളങ്ങി നിൽക്കുന്ന സാഹിത്യ സാമ്രാട്ട് വൈക്കുന്നത് ദിവസം അദ്ദേഹം നമ്മളൊക്കെ 2-4 പഠിക്കുന്ന 1-2 പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 1-2 ഇങ്ങനെ വലിയ ഒന്നാണ്. അപ്പൊ അതേമാതിരി നമ്മൾ 44 പേര് 44 അതോ 20 മൊത്തത്തില് അപ്പൊ ഇത് നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ വലിയ ഒന്നായിട്ട് ഇങ്ങനെ പോകണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇത് കൊണ്ടുനടക്കാൻ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. നേതൃത്വത്തിന് നല്ല ക്ഷമയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാലോ, പ്രവാചകന്മാരൊക്കെ ആദ്യം ആയിട്ടില്ല. ആകെ നോക്കി നമുക്കറിയാൻ ബുദ്ധിമുട്ട്. ഒന്നിനും അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ടിരുന്ന് അങ്ങോട്ട് അങ്ങനെ ആകെ അങ്ങനെ സെറ്റപ്പായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ പരിശീലനം കിട്ടിയതിന് ശേഷമാണ് ഇതിന് സമുദായത്തെ സേവിച്ചത്. അപ്പൊ അത്രയും വലിയൊരു ഇച്ഛാശക്തി, പോരാളികൾ ഉപയോഗിക്കാനുള്ളൊരു വിശാല മനസ്സ് പല സ്വഭാവക്കാരും പോയില്ല. അപ്പോ നമുക്കറിയാം, ഇന്ത്യ എല്ലാവരും ഭാഗമെടുക്കുന്ന ഒരാളാണ് നിർത്തത്തുള്ളൂ. ഇന്ത്യ ഉണ്ടാകും. അങ്ങനെ ഈ നികുതിപത്രക്കാര് ഒരു പള്ളിയിൽ വന്നിട്ട് യാത്രക്കാരാണ് മൂത്രവെച്ചു. മൂത്രവെക്കാൻ അത് ഒരു ധിക്കാരായിട്ടല്ല, അവരുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ മൂത്രവെച്ച് അപ്പൊ പ്രവാചകനെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മളൊക്കെ മൂത്രവെച്ച് എന്ത് ചെയ്യാം, ഒരു യാത്രക്കാര് ഒരു പള്ളിയിൽ ഒന്ന് മൂത്രവെച്ച് നമ്മളൊക്കെ അവസ്ഥ എന്ത് ചെയ്യാം. അപ്പൊ റസൂൽ പറഞ്ഞു ആ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലായി. അത് അവരറിയാത്തവരാണ്, അവരുടെ സംസ്കാരം അങ്ങനെയാണ്. അത്രയ്ക്ക് എഡ്യൂക്കേഷൻ ആളുകൾക്ക് അതോടെ പരിഹരിച്ചു. അപ്പൊ അങ്ങനെയാണ് നേതൃത്വം വേണ്ടത്. അതിപ്പോ ചിലപ്പോൾ എനിക്ക് അത്ര സംസ്കാരം ഉണ്ടാവില്ല. അപ്പൊ ഞാനെന്തിട്ട് എൻ്റെ ഇതുവരെ പഠിച്ച എഡ്യൂക്കേഷൻ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചെയ്യും. ഇപ്പൊ പണ്ട് ഒരു ഹോട്ടലില് ഫാമിലി ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അപ്പോൾ കുറച്ചൊരു മോഡേണായിട്ടാണ് ഒരാള് കൂടുതലുള്ളത് വലിയൊരു നാടൻ ഇതാണ്. അപ്പൊ എന്റെ കഴിവാണ് വെച്ചിട്ട് എനിക്ക് മുഖാടകയാണ്. അപ്പൊ ആ മോഡലിലുള്ള സിനിമ കേട്ടു പുഷ്പമാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ അപ്പൊ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെയാണ് ഇത് രീതി. ഇപ്പൊ നമ്മളറിയാം, നമ്മൾ വലിയ ചിലർ വലിയ ശുദ്ധവാസം നിർബന്ധം പിടിക്കട്ടെ. കാരണം വലിയ സാഹിത്യകാരന്മാരൊക്കെ നാടകവാസം അനുസരിച്ചിട്ടുണ്ട്. അത് സാഹിത്യത്തിന്റെ ഇതാണ്. ഇപ്പൊ പുഞ്ചകമ്പീരം വന്നു. അതുകൊണ്ടും അരിശം കൊണ്ട് ആ പുരയുടെ മുമ്പിൽ മണ്ടി നടന്നത്. അപ്പൊ ഓടി നടന്നതല്ലേ പറഞ്ഞത്. ഇപ്പൊ തങ്കം വെച്ച വോട്ട് അതൊരു സിനിമയാണ്. അത് കഷ്ടം വെച്ച വോട്ടാക്കിയിട്ടില്ല. കാരണം അത് ഓരോ പാത്തുമ്മയുടെ ആട് അത് ഫാത്തിമായിട്ടില്ല. അപ്പൊ ഓരോ നാടിന്റെ സംസ്കാരിച്ച് നമ്മൾ മാറേണ്ടി വരും പണ്ട്. അപ്പൊ അനുസരിച്ചൊക്കെ ഉൾക്കൊണ്ട് എല്ലാവരും ചെയ്യാം. ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ യാത്ര സുഖകരമായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് നിർത്തുന്ന സമയം. നല്ല പിന്നെ അടുത്തത് പ്രിയപ്പെട്ട ചെറിയ ഹെലികോപ്റ്റർ എല്ലാവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അതുപോലെ ഈ ടൂറ്
ഫിസിക്കലി ആൻഡ് മെന്റലി നന്നായി എൻജോയ് ചെയ്യണം എല്ലാവരും. ഓക്കെ, റെഡിയല്ലേ? ഇഹലോകവാസം വെടിയുന്ന നേരം അലകുൽ മുതസിറായി വന്നെത്തും നേരം അനായാസമെന്നെ മരിപ്പിക്കണം. ഓക്കെ, നമ്മുടെ നിലവിലെ കമ്മിറ്റിയിൽ നമ്മുടെ നമുക്കറിയാം, അതിലേക്ക് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പരസ്പര സഹായ നിധിയുടെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട ഇക്ബാൽ മേഡം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും യാത്രാമംഗൾ നേരുന്നു. പിന്നെ ഇത് ചെറുക്ക് പ്രത്യേകിച്ചും നേരുന്നു. എല്ലാവരും സഹിക്കും കൊണ്ടുപോകുന്നത്. പുതിയ കമ്മിറ്റി ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ ഒന്നും കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. ആ പഴയ കമ്മിറ്റി ഉണ്ടായിരുന്നില്ല, അവരുടെയും കുറച്ചും കൂടി ടോപ്പായിട്ട് പോകണം. എന്നാലേ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർക്ക് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ പഴയ കമ്മിറ്റിയെ കണ്ടു ഇങ്ങനെ ചത്ത് പഠിക്കരുത് കേട്ടോ. അതാണ് അതിന്റെ ഒരു ഇത്. അല്ലാതെ എന്താ റഹ്മത്ത്, ജലീല്, ഹബീബ്, ചെറിയ ഒരു അപ്ഡേഷൻ വേണം. ഞാൻ ഓരോ മുന്നും തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോ കൊല്ലം ഒരു അപ്ഡേഷൻ വേണമല്ലോ. അല്ലാതെ അവരെ കണ്ട് എന്നെ പഠിക്കുക പറഞ്ഞാൽ ഒരു മോശമാണ്. നിങ്ങളുടേതായ കഴിവുണ്ടല്ലോ, അത് നല്ലോണം പ്രകടിപ്പിക്കണം. അത് എന്തായാലും ഞാനതാണ് ഉൾക്കൊള്ളുന്ന ആളാണ്. ഓക്കെ, ബാക്കി പിന്നെ പറയാം. താങ്ക് യു. നല്ല സെഷനാണ്. അതുപോലെ അത് ഇവിടെ പുസ്തക കാലഘട്ടം ഒക്കെ അതിനുണ്ട്. നമ്മുടെ ജില്ല ഫോണിലാണ് കുറെ സംസാരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് പ്രസിഡന്റ് എന്നോട് സംസാരിക്കും. ഇപ്പൊ നിലവിലുള്ള ബാച്ചിന്റെ പ്രസിഡന്റ് കുറച്ച് അത്യാവശ്യം മാത്രം സംസാരിച്ചോളൂ. ബാക്കി സമയം കൂടെ കഴിഞ്ഞിട്ടോ അത്യാവശ്യം കാര്യങ്ങൾ എന്തെങ്കിലും പറയാണെങ്കിൽ ഇത് ഇൻസ്പിറേഷൻ ആകും. അതുകൊണ്ട് പറയട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മള് ഒരുമ, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരുമ എന്ന് പറയാന്നാല് എന്താ പറയാ, നമ്മളെ എല്ലാ എല്ലാ ടൂറിലും പങ്കെടുക്കുന്നവരുണ്ട്, എല്ലാ ടൂറിനും വിട്ടു നിൽക്കുന്നവരുണ്ട്. ഈ എല്ലാ ടൂറിനും വിട്ടു നിൽക്കുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പുറത്തു നിന്നിട്ട് സംസാരിക്കല് അത് ശരിയല്ല. ആരായാലും പുറത്തു നിന്നിട്ട് വെറുതെ അതൊന്നും പറഞ്ഞിട്ട് എന്തിനാണ് ഇത്ര ആളുകളെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് രണ്ട് നമ്മളെ പ്രസിഡന്റ് വന്നിട്ടില്ല, വളരെ നല്ല സങ്കടമുണ്ട്. മുൻ പ്രസിഡന്റ് കേട്ടോ, സോറി. അതുപോലെ ജലീല്, അതുപോലെ കുഞ്ഞിപ്പ, അതിലൊക്കെ ഭയങ്കര സങ്കടം. അവരൊക്കെ വരാനുള്ളവരാണ്. പിന്നെ നമ്മളെ മുൻ പ്രസിഡന്റ് റഹ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ കയറി വരുന്ന കാലഘട്ടമാണ്. ചിലപ്പോൾ ചെയർമാനാകാനുള്ള ചാൻസും കൂടി ഉണ്ട് അദ്ദേഹത്തിന്, ഇല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഇന്ന് അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ട്. ആ കാര്യം എന്നെ അറിയിച്ചിരുന്നു. പിന്നെ സങ്കടകരമായിട്ടുള്ള വർത്തമാനം എന്താന്ന് വെച്ചാല്, ഒരുമ, അത് നമ്മള് 54 പേരുള്ളത്, 54 പേരും ഒരു കുടക്കയില് കേട്ടോ. പ്രസിഡന്റ് ആയിരിക്കാം. സ്ഥാനങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല, വ്യക്തികൾക്കാണ് വില. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്മക്കായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മള് ഇതിന്റെ പൈസ നമ്മള് അത് ചെലവാക്കുന്നു, ഇത് ചെലവാക്കുന്നു, അങ്ങനെയൊന്നും വെറുതെ പുറത്തിരുന്നിട്ട് സംസാരിക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ഉഷാറാക്കി കൊണ്ടുപോകണം. ഫണ്ടുകള് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂട്ടണം. പിന്നെ നമുക്ക് പല പരിപാടികളും ചെയ്യാം. അതിനൊന്നും സമയമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കമ്മിറ്റികൾക്ക് ഇൻഷാ അല്ലാഹ് കഴിവ് കൊടുക്കട്ടെ. അതുകൂടി
പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിച്ച് ആർക്കെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നു. ഒരു മിനിറ്റ് അത്യാവശ്യമുള്ള ഫോണിൽ ഒന്ന് സലാം പറയും. എന്നാ ഓക്കെ. അടുത്ത മുഖ്യ രക്ഷാധികാരി നിങ്ങൾ സംസാരിക്കുന്നത്. നല്ലൊരു ദിവസമായി തീരട്ടെ. പഠിച്ചിറപ്പ് അനുഗ്രഹിക്കുന്നു. എനിക്ക് കൂടുതൽ പറയാൻ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല യാത്രയാണ്. ഓരോ യാത്രയും ഓരോ വൈബാണ്. ഇന്നത്തെ യാത്ര അതേമാതിരി നല്ലൊരു വൈബിൾ യാത്രയായി തീരട്ടെ. സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പുകൾ കാണണം. പല സ്ഥലങ്ങളിൽ പോകാൻ അവസരം കിട്ടിയാൽ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് കാണാത്ത പല അന്തരീക്ഷം, പല വായു, പല രീതിയിലുള്ള കാറ്റുകൾ, പല പ്രകൃതി, സമുദ്രം, പുഴ എല്ലാം പോയി കാണാത്തോളം പോയി കാണണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് തന്നെ ഉന്മേഷം കാണാതെ കിട്ടുന്ന കാര്യമാണ്. ഒന്നാണ്. പിന്നെ പ്രത്യേകം നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് നീക്കി വെക്കണം. നമ്മൾ വാക്കാലോ പ്രവർത്തിയാലോ എല്ലാം കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മറ്റൊരു ജീവനെ നമ്മൾ കളങ്കപ്പെടുത്തരുത്, കുറ്റം പറയരുത്. നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയെങ്കിലും അറിയില്ല. പരദൂഷണം നമ്മൾ അറിയാതെ പറയുന്നതാണ് പരദൂഷണം. സമാസ്കം വരെ എല്ലാവരും വരും. പരദൂഷണം പറയുന്ന ആ സമയത്ത് നമുക്ക് നല്ല എനർജി ആയിരിക്കും. അത് കുറച്ച് കഴിഞ്ഞ് നേരെ ഒറ്റടിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഫലം തിരിച്ചു വരും. അതാണ് ജീവൻ. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നല്ലൊരു ഇതാക്കുക. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിക്കും പിണറായി വിജയനും മുസ്തഫാക്കും ചെറിക്കും അഭിയനും എല്ലാവർക്കും 24 മണിക്കൂറാണത്. അവനവന്റെ സ്കില്ല് ഉപയോഗപ്പെടുത്തുക. അവനവന്റെ സ്കില്ല് ഉപയോഗപ്പെടുത്തുക. മുന്നേറാൻ ഏറ്റവും നല്ല കാര്യം അതാണ്. നമ്മൾ നല്ലൊരു നീയത്ത് വെച്ചുകൊണ്ട് മുന്നേറുക. ജീവിതത്തിൽ എല്ലാവരും ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്റെ ഭാഗമായിട്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ ഓരോന്ന് ഏറ്റെടുക്കുക. പ്രധാനമുള്ളൂ. ഓക്കെ. പറഞ്ഞ കുറച്ചാണെങ്കിലും നമ്മുടെ മുഖ്യ രക്ഷാധികാരി പറഞ്ഞ നല്ല കാര്യം. ഇനി എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഈ യാത്രകൾ ഉണ്ടാവാൻ തന്നെ കാരണം മുമ്പിലൊരാളെ നിന്ന് നയിക്കാൻ വേണം അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞ കഥ തന്നെയാണ്. അത് ഇങ്ങനെ എപ്പോഴും എല്ലാവരും വിചാരിച്ചിട്ടും ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയാ മുഖസ്തുതി പറയാണ്. അതങ്ങനെ ഓരോ കുറെ പൊക്കെ അങ്ങനെയല്ല. ആത്മാർത്ഥമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരാളില്ലെങ്കിൽ ഈ യാത്ര തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം അതിന് ഏണ്ടുകാരൻ ആരും തയ്യാറാവില്ല, ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ 1-2 വോയിസുകളിൽ തന്നെ പ്രിയപ്പെട്ട നമ്മൾ ഹബീനെ കുറിച്ചാണ് പറയുന്നത്, പ്രിയപ്പെട്ട ഹബീബ് റഹ്മാനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു അത് മീറ്റിംഗ് കൂടുമ്പോ ആ കൊടയായിട്ട് പറ്റുന്ന ആളുകൾ അല്ല നമ്മൾ ഇതിന് നിയമിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ആത്മാവിനെ കുറിച്ച് നെയ്യാനാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്തിനും ഏതിനും നമ്മൾ ആശ്രയിക്കുന്ന അഭിനാണ്. കാരണം മാത്രമല്ല ഏതാണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, പരിചയം, കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസും പരിചയവും എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഉള്ള പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എന്താ പറയാ നമ്മുടെ തുടക്കത്തിൽ 84 ബാച്ചിന്റെ പിന്നെ സെക്രട്ടറി ആയിരുന്നു. അതേപോലെ ശേഷം പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ട്രഷറർ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹബീബ് റഹ്മാനാണ് നമ്മുടെ കോർഡിനേറ്റർ. ഈ യാത്രയുടെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കാനുള്ളത്. നമ്മൾ ഈ ഇത്ര ആളുകൾ 24 ആളുകളായാലും 54 ആളുകളായാലും ഈ ആളുകളൊക്കെ മേച്ചു കൊണ്ടുപോകുന്ന നല്ല പ്രയാസമുള്ള കാര്യമാണ്, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കൊണ്ടുപോകുമ്പോഴേ അറിയുള്ളൂ, അതിനൊക്കെ അറിയില്ല. അപ്പോ അതിനുവേണ്ടി ഒരുപാട് അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഈ ആളുകളൊക്കെ സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി തയ്യാറാക്കിയ പ്രിയപ്പെട്ട ഹബീബ് റഹ്മാനുണ്ട്. അദ്ദേഹത്തിന് നമ്മോട് 2 വാക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കൈമാറാണ്. പോയതിൽ എനിക്ക് നയിക്കാൻ പറ്റി. അതെന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും 6-7 നയിക്കുന്നത് നമ്മളെല്ലാവരും ഒരു മനസ്സാകുന്നത് കൊണ്ടാണ് നമുക്കത് നയിക്കാൻ പറ്റിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം എനിക്ക് ഇതുവരെ ഒരാളും ഉണ്ടായിട്ടില്ല. പറയാനുള്ളത് അപ്പൊ പറയും, പെട്ടെന്ന് ആക്കണം, സ്പീഡാക്കണം എന്ന് പറയും. കാരണം നമുക്ക് അടുത്തടുത്ത് സംഗതികൾ കാണണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അതും പറഞ്ഞ് ഈ നേരം വഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പല ബുദ്ധിമുട്ടുകളും പല സംഗതികളും ഒഴിവാക്കി വരുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പൊ അവർക്ക് എല്ലാം കാണിച്ചെടുക്കണം എന്നുള്ളത് ഒരു വാശ എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ കടമ്പത്രം പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിലെല്ലാവരും സാധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ ഭാഗ്യം ഇതാണെന്നുള്ളത്. ഈ 6 ട്രിപ്പിലും 7 ട്രിപ്പിലും എനിക്ക് നയിക്കാൻ പറ്റി. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഉള്ളിടത്തോളം നമുക്ക് മുന്നോട്ട് പോകണം. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ഇതിന് 6 ആളെ തരേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഗ്രൂപ്പ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചെറിയ ഏറ്റെടുത്ത നമ്മളെ ഈ ആങ്കറിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഉഷാറായി.
കാരണം എല്ലാവരും ഒരു ഉറക്കം മൂട്ടിലിരിക്കുമ്പോഴാണ് ചെടി നീച്ചിട്ട് പറഞ്ഞത് നമുക്ക് ശരി എല്ലാവരും പരിചയപ്പെട്ട് സംസാരിച്ച് തുടങ്ങാൻ എല്ലാവരും ഒന്ന് ചൂടായി എല്ലാം ശരിക്കും ഹീറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പക്കപ്പം അതിൻ്റെതായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നെ നമ്മുടെ ചെയർമാൻ മുസ്തഫ. ഇത് അവസാനം പറഞ്ഞ നന്ദി ആദ്യം തന്നെ പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞെങ്കിൽ ലാസ്റ്റിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്നും പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ എല്ലാം കിടന്നുറങ്ങി അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ എനിക്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറി, നമ്മുടെ ട്രഷററുണ്ട്, എല്ലാവരും അതിനുവേണ്ടി ആരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിശ്രമത്തിന്റെ വിജയമായിരിക്കുമെന്ന് കരുതുന്നു. പിന്നെ എല്ലാവരും കണ്ടെന്ന് പറയുന്ന നെല്ലിയമ്പതി നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കുക. കാരണം ഞാനില്ല നിങ്ങളെ കൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിടിക്കണം. നമ്മൾ ഒന്നുമില്ലാത്ത മസ്നഗുഡി മൂന്നാർ പോയിട്ട് ഏറ്റവും ടോപ്പ് ടൂറാക്കിയ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ പിന്നെ നമുക്ക് ഇതും അതിനപ്പുറം ആക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞോളി. നമുക്ക് അതിനുള്ള ഇതുണ്ടാവും. വായിക്കാൻ നമ്മളെ ചെറുസാഹിബിന് കൈമാറണം. ചെറുസാഹിബിന്റെ ആങ്കർ പരിപാടി ഉഷാറായിക്കണം. നമ്മളിപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന വഴിയാണ് നിൽക്കുന്നത്. കാരണം ചക്ര നമ്മളെ പരിചയപ്പെടുത്തി അതിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അയാൾക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആരോഗ്യം എല്ലാം ഉണ്ടാക്കുന്നതോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ഒരാളോട് പറയാനുള്ളൂ കൂടുതൽ മുമ്പിൽ നമ്മളെല്ലാ യാത്രകളിലും ഹബീബിനെ കോടിയേറ്റാൻ സഹായിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹെൽപ്പ്, അദ്ദേഹത്തിന് എല്ലാ ഇതിലും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്രിയപ്പെട്ട നമ്മുടെ മുസമ്മിൽ. എല്ലാ യാത്രയിലും അദ്ദേഹം നമ്മുടെ കൂടെ പോകുന്നുള്ള എന്റെ വിശ്വാസം. ആറാമത്തെ യാത്രയിലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ പിന്നെ പോകണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ കുട്ടിയുടെ കാര്യമുണ്ട്. കാരണം പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് ഉണ്ട്. കുട്ടി അഹമ്മദ് പിന്നെ നമ്മളെ ഈ യാത്രയിൽ ഇങ്ങനെയൊക്കെ ഒരു സംഘടന അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റിയെ വളരെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് നല്ല കഴിവുള്ള പ്രാപ്തിയുള്ള വ്യക്തിയാണ്. ഭാവിയിൽ പ്രസിഡന്റ് ആവാനും ജനറൽ സെക്രട്ടറി ആകാനും കഴിവുള്ള ഒരാളാണ് കുട്ടി അഹമ്മദ്. അദ്ദേഹത്തിന് പ്രത്യേകം മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. കാരണം ഈ യാത്ര ഇത്ര ആളുകൾ സംഘടിപ്പിക്കുന്നതിന് നല്ലൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കഷ്ടപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് ഇതിൽ വലുതാണ് എന്ന് ഓർമ്മിക്കുകയാണ്. ഇനി ഞാൻ മുസമ്മിലേക്ക് പോകണം. പ്രിയപ്പെട്ട മുസമ്മിൽ പ്ലീസ് 2 വാക്കുന്ന ഒന്ന് സെറഞ്ചിൽ പറഞ്ഞെങ്കിലൊക്കെ ഇങ്ങോട്ട് നോക്കി പറ. ഇങ്ങോട്ട് പറഞ്ഞു ഞാനാണ് അതവധി പിടിക്കുന്നുണ്ട്. അത്രത്തിനുള്ള എനിക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല, കൂടുതൽ പ്രവർത്തിക്കാനാണ്. അപ്പൊ നമ്മളെ ഈ ഇൻഡ്യൂസിന് പരസ്പരം നമ്മൾ പരിചയപ്പെടില്ല, പരസ്പരം സംസാരിച്ചത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പെരിയങ്ങൽ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിന്റെ വണ്ടിയാണ്. ഫുള്ള് ഓപ്ഷൻ AC ഉള്ള വണ്ടിയാണ്. നല്ല സീറ്റുകൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെയാണ്. ഇതിന്റെ സാരഥി, ഇതിന്റെ ഡ്രൈവർ, ഇത് നമ്മൾ കൊണ്ടുവരുന്നതും പിന്നെ പ്രിയപ്പെട്ട ബഷീറാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് 84 ബാച്ചിന്റെ വകയായിട്ട്. പിന്നെ അപ്പോ പറഞ്ഞതുപോലെ എല്ലാവരും പരസ്പരം സംസാരിച്ചു. നമ്മൾ പറയാനുള്ളതൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും പറയാൻ അവസരം കിടക്കുകയാണ്. പാടാനും പറയാനും സംസാരിക്കാനും എല്ലാത്തിനും സമയം കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല എനർജി നല്ല ഒരു എന്താ പറയാ നല്ലൊരു ഉഷാറായിട്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ സന്തോഷം പകരുന്നൊരു മനസ്സോടെ ഇരിക്കുക. നമുക്ക് വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്തവരാണ്. അടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഒരിക്കലും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കൂടെ ഏതാണ്ട് 10, 30, 32, 34 അല്ലെ അങ്ങനെയൊക്കെ പല 25, 28 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ എന്ന് വെച്ചാൽ നമ്മളെ ഭാര്യമാര്. കാര്യം എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് തമാശകൾ പറഞ്ഞാലും മറ്റ് അതീത് കമൻസുകളൊക്കെ പറഞ്ഞാലും നമ്മളെ സഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളിലും പുറക്കത്തിലും നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും സങ്കടത്തിലും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ കൂടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു ഫീലിങ്സ്, ചെറിയൊരു വിഷമങ്ങളൊക്കെ നമുക്ക് വരും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിലൊക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ എല്ലാവരുടെയും ഭാര്യമാർക്കും വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വലിയ രസം ഉണ്ടായിരുന്നാലും കേട്ടോ, ഉള്ള രസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, തുടങ്ങാം.
യേശു